ഇതുവരെയുള്ള നമ്മുടെ നീക്കങ്ങൾ കൃത്യമായിരുന്നു. പക്ഷെ ഇനിയാണ് നാം കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അയ്യരുടെ മരണം നഗരത്തെ വിറപ്പിച്ചിരിക്കുകയാണ്. ഫോഴ്സ് ഓരോ മൂലയും അരിച്ചു പറക്കുകയാണ്. ഈ അവസ്ഥയിൽ രേഖകൾ പുറംകടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ജർമ്മൻ കപ്പലിൽ എത്തിക്കുകയെന്ന ദുഷ്കരമായ ദൗത്യത്തിലേക്കാണ് നാം കാലെടുത്ത് വെക്കുന്നത്. നോർത്ത് ജെട്ടിയിൽ നമ്മുടെ 2 ബോട്ടുകൾ കാത്തുകിടപ്പുണ്ട്. രാത്രി 10 മണി കഴിയുമ്പോൾ രേഖയുമായി നിങ്ങൾ അവിടെ എത്തണം. സാർ, അയ്യരുടെ റൂമിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വീഡിയോ ക്യാമറയിൽ നിന്ന് എക്സ്പെഡിഷനിൽ പങ്കെടുത്തവരുടെ മുഖങ്ങൾ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വേഷത്തിൽ പുറത്തിറങ്ങുക അസാധ്യമാണ്. അതെ, ഭിക്ഷക്കാരുടെ വേഷത്തിലായിരിക്കണം നിങ്ങൾ ജെട്ടിയിലെത്തേണ്ടത്. ഷിപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ സിംഗപ്പൂരിലെത്തിക്കും. സിംഗപ്പൂരിൽ ബെഞ്ചമിൻ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫ്ലോപ്പി വിലമതിക്കാനാവാത്തതാണ്, പകർത്തപ്പെടാനാവാത്തത്. ഗൗരവം മനസ്സിലായി കാണുമല്ലോ. മേക്കപ്പ് ആൻഡ് റെഡി അല്ലേ? യു പ്രൊസീഡ്. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. എന്റെ മനസ്സ് നീറുകയാണ്. ഒരു നെരിപ്പോട് പോലെ കഴിഞ്ഞ 28 മാസം 17 ദിവസം 21 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദനകൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. കരിന്തിരി കെട്ട വിളക്കാണ് ഞാൻ. ചക്രം പോയ വണ്ടിയാണ് ഞാൻ. കാറ്റൂതി വിട്ട ബലൂണാണ് ഞാൻ. മരുഭൂമിയിൽ പെറ്റുവീണ കുഞ്ഞിനെ പോലെ ഞാൻ കൈകാലിട്ടടിച്ചപ്പോൾ വായിക്കരി പോയിട്ട് ഉമിക്കരി പോലും തരാൻ സന്മനസ് കാണിക്കാത്ത കോമരങ്ങളുടെ നെഞ്ചിൽ പഞ്ചാക്ഷരം കൊണ്ട് ഞാൻ വിയോജനക്കുറിപ്പ് എഴുതും. പൊടി പുല്ലേന്ന്. ആനയും അമ്പാരിയും ഇല്ലാതെ 6:30 വെളുപ്പിന് ആറമുള്ള വള്ളം കളിക്ക് വെള്ളമടിച്ച് ഞാൻ പോയപ്പോൾ പൂരത്തിന് പുലിക്കളി കണ്ട് നിന്നപ്പോഴാണ് ആദ്യമായി നിങ്ങൾ എന്റെ നേരെ കണ്ണു കാണിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങളെ മാത്രം ധ്യാനിച്ചു കഴിഞ്ഞ ഉത്തമ ഭാര്യയാണ് ഞാൻ. സംശയത്തിന് മുൾമുനയിൽ നിന്നപ്പോഴും ഒരു മാലാഖയുടെ നിഷ്കളങ്കമായ മനസ്സോടെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. പക്ഷെ നിങ്ങളോ സെക്കൻഡ് ഷോക്ക് പോലും കൊണ്ടുപോകാതെ എന്നെ വെറും സെക്കൻഡ് ആക്കി. സർക്കിൾ വർക്ക് ചെയ്യാണ് സാർ. ഓൺ ദ ലൈൻ സാർ. ഞാൻ വാഹനങ്ങൾ പരിശോധിച്ചുകൊണ്ട് നിൽക്കുകയാണ് സാർ. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത്. സാർ അവിടെ ഉണ്ടോ? ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് സാർ. സാർ 10 മിനിറ്റ് എത്തിക്കൊള്ളാം സാർ. ജീപ്പ് റെഡിയാക്ക് സാർ. ഇന്നത്തെ സീനുകൾ നാളത്തേക്ക് മാറ്റി വെക്കൂ സാർ. 10 മിനിറ്റിനകം കമ്മീഷണർ ഓഫീസിൽ എത്തിയില്ലെങ്കിൽ തൊപ്പി തെറിക്കും. ജീവിത പ്രശ്നമാണ് സാർ. വൈകുന്നേരം മാറി വെച്ച് കാണാം. വരട്ടെ, അർജന്റാ സാർ. അയാൾ വന്നോടൂ? ഇല്ല സാർ, കാലത്ത് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. ഏതോ മെഗാ സീരിയലിൽ മീറ്റ് ഇടാൻ പോയിരിക്കുവാ. ഇവിടെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അയാളുടെ ഒരു മെഗാ സീരിയല്. ആട്ടെ, ആ TV മോഷ്ടിച്ചാളെ കോടതി ഹാജരാക്കിയോ? അവനെ ഇന്നലെ രാത്രി എന്നെ വെറുതെ വിട്ടില്ലേ സാർ? വളരെ വെറുതെ വിട്ടുന്നു. എന്തിന്? വർക്കി സാർ വന്ന് ചോദ്യം ചോദിച്ചപ്പാ അവനൊരു തട്ട് കെട്ടി. എന്ത്? അങ്ങേരുടെ ജനനി ജന്മഭൂമി എന്ന സീരിയൽ കാണാൻ വേണ്ടി മോഷ്ടിച്ചതാണെന്ന്. ഭാസ്കരനെ കൊണ്ടുപോയി വയറ് നിറച്ച് ആഹാരം മേടിച്ചു കൊടുത്ത് ടിവിയും കൊടുത്തു വിട്ട് ആഴ്ചയിൽ വന്ന് സീരിയലിന്റെ അഭിപ്രായം പറയണമെന്ന് ചട്ടം കെട്ടിട്ടാ വിട്ടിരിക്കുന്നു. എന്റെ ദൈവമേ, ഇങ്ങനെ മനുഷ്യരുണ്ടോ? എങ്ങനെയാണോ ഇയാളൊക്കെ ഈ പൊസിഷനിൽ എത്തിയത്? എന്റെ പൊന്നു സാറേ, പുള്ളി മുൻ ആഭ്യന്തരമന്ത്രിയുടെ വകയിലൊരു മച്ചിനല്ലേ. വന്നെന്നാ തോന്നുന്നേ. കുഷ്ഠരോഗി എന്നെയാണ് വിളിച്ചേ? അല്ല സാർ, മോചനത്തിലെ കുഷ്ഠരോഗി കലക്കി. എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അത് കാണാതെ ഉറക്കം വരില്ല. വനിതാ സ്റ്റേഷനിലെ പങ്കജാക്ഷി ഇതേ അഭിപ്രായം പറഞ്ഞു. ആട്ടെ, നട്ടുച്ചയ്ക്ക് 12:30 വരുന്ന കരകാണാ കുടുംബിനി താൻ കാണാറുണ്ടോ? അയ്യോ, ഡ്യൂട്ടിക്കിടയിൽ എങ്ങനെയാ സാർ? അതിലൂടെ TV ഇല്ലല്ലോ സാർ. എല്ലാ സ്റ്റേഷനിലും ഓരോ TV വേണമെന്ന് ഞാൻ IG എത്തോട് റിക്വസ്റ്റ് ചെയ്ത. സ്റ്റേഷന് മാത്രം പോരാ, ജയിലിലെ ഓരോ സെല്ലിലും വേണം TV. അല്ലേടോ? കുറ്റവാളികളോട് അത്രക്ക് ക്രൂരത വേണോ സാർ? ജഗം വന്നു, സീറ്റിൽ ഇരിപ്പുണ്ട്. മണി അവിടെ മതി. ശരി സാർ. എന്തായിരുന്നു ഒരു കുശലം? ഒന്ന് പതപ്പിച്ചതാ, അത് ഏറ്റു. സാറിന്ന് കമ്മീഷൻ ഓഫീസിൽ പോയിരുന്നു? പോയിരുന്നു. സയന്റിസ്റ്റിന്റെ കൊലപാതകികൾ നഗരം വിട്ടിട്ടില്ല, പ്രത്യേക ജാഗ്രത വേണമെന്നോ മറ്റാ എന്തൊക്കെയോ പറയുന്നത്. അയ്യരുടെ മുറിന്ന് കിട്ടിയ മറ്റേ വീഡിയോ ടേപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? പരിശോധിച്ച് വരികയാണത്രേ. ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ എല്ലാ സ്റ്റേഷനിലേക്കും ഡീറ്റെയിൽസ് എത്തിക്കാമെന്ന് നടക്കും. പ്രത്യേക സർക്കുലർ എയർപോർട്ട്, ഷിപ്പ്യാർഡ്, ജെട്ടികൾ മുതലായ സ്ഥലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന്. നമ്മുടെ സ്റ്റേഷൻ അതിർത്തിന്ന് ഇങ്ങോട്ടെല്ലാം പോകുന്ന പ്രത്യേക റോഡുകളുണ്ട് സാർ. താൻ ഏത് കോത്താഴത്തുകാരനാ? ഏത് വഴിക്ക് വേണേലും എയർപോർട്ടിൽ, റെയിൽവേ സ്റ്റേഷൻ, ജെട്ടിയിലും ഒക്കെ പോവാം. അവിടെ കരിച്ചു പറക്കാൻ നിന്നാലേ നമ്മുടെ ജെട്ടി ഊരും. അതൊന്നുമല്ല എന്റെ പ്രശ്നം. 4 മെഗായ്ക്കാൻ തലവെച്ച് കൊടുത്തിരിക്കുന്നത്. അവർക്കൊക്കെ എങ്ങനെ ഡേറ്റ് കൊടുക്കും? അതാണ് എന്റെ പ്രശ്നം. ഇങ്ങനെ പോയ ബാക്കിയുള്ള റെയിൽവേ തലവെക്കേണ്ടി വരും. വല്ലതും പറഞ്ഞോ? റെയിൽവേയുടെ കാര്യം പറഞ്ഞതാ. ഞാൻ കേട്ടു.
സാറേ, സാർ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാ. ഉപദേശിക്കുകയാണോ? ഇങ്ങനെ പോയാൽ എനിക്ക് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. താൻ ആരുവാ? മേളിലോട്ട് റിപ്പോർട്ട് ചെയ്താൽ അവരെന്നെ മൂക്കി കയറ്റി കളയും. ഒരു കലാകാരനെ തിരിച്ചറിയാൻ കലാബോധം വേണം. എവിടെ കൊച്ചനെ, ഞാൻ മൂത്ത് വന്നവനാ. ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച മാഞ്ചിയല്ല. അതറിയാം സാർ, ഒരുപാട് പേരുടെ കാലത്തിരുമ്പോ ഇവിടം വരെ എത്തിയെന്ന്. തിരുമുക മാത്രമല്ല, ഈ വർക്ക് ഒരുപാട് പേരുടെ കാല് നക്കിയിട്ടുണ്ട്, ഇനിയും നക്കും. മുതുകൊടിഞ്ഞ മന്ത്രിയുടെ മുതുകി തിരുമ്പി കൊടുത്തതിന് മൂന്നാറിലേക്കാ സ്ഥലം മാറ്റിയത്. അവിടെ ഇരുന്ന മാന്യമായി 3 പെങ്ങന്മാരെ ഈ വർക്ക് കെട്ടിച്ചയച്ചത്. എടോ, തന്റെ തൊപ്പി വേണേൽ ഈ വർക്കത്തുള്ളവർക്ക് 24 മണിക്കൂറിനകം തെറിപ്പിച്ചതാണ്. അതെ, എടാ പോടാന്ന് വിളിക്കാൻ ഞാൻ സാറിന്റെ മച്ചമ്പിയൊന്നും അല്ല. വിളിച്ചത് എന്തിയോടാ? എടാ പോടാ വാടാ വാടാ പോടാ എടോ. സാറേ, ഞാനല്ല അരഞ്ഞാണ് മോട്ടിച്ചത്. എന്താടോ സാറേ, നമ്മുടെ സരസമ്മേടാ ഞാൻ മോട്ടിച്ചവനാ. എന്താണ് നിന്റെ പേര്? വർക്കി. എടാ വർക്കി, അടിച്ചതിന്റെ 32 പല്ല് ഞാൻ താഴെയിലൂടാ. എടാ ചെറ്റ വർക്കി, നിന്നെ പോലുള്ള നാരി കള്ളന്മാരെ ഒന്നും ഈ സ്റ്റേഷനിൽ അല്ലടാ വെച്ച് ഓർപ്പിക്കേണ്ടത്. എന്നേടോ ഈ കള്ളം വർക്കിയോടാ. വർക്കി, ഇടിച്ച് നിന്റെ നട്ടല് ഞാൻ ഒടിക്കും കേട്ടോ. ഇതുപോലത്തെ പെട കിട്ടിയാലേ നീയൊക്കെ മര്യാദ പഠിക്കത്തുള്ളൂ. നീ സീരിയൽ കാണാറുണ്ടോടാ? ചില എംബോക്കികൾ അഭിനയിക്കുന്ന ക്രിമിനൽ സീരിയൽ കണ്ടിട്ടാണ് നീയൊക്കെ ഇങ്ങനെയായത്. ഇനി നീ സീരിയൽ കാണുമോ? നീ ഇനി സീരിയൽ കാണില്ലേ? ഞാനിനി കണ്ടോളാം സാറേ. സാർ അഭിനയിക്കുന്ന സകല സീരിയലും ഞാൻ കണ്ടോളാം സാറേ. ഞാൻ ഇനി ഇവനെ ഇടിക്കുന്നില്ല സാർ. എന്താ? സാറിന്റെ എല്ലാ സീരിയലും കണ്ടോളാം ഇവൻ പറഞ്ഞല്ലോ. കിട്ടാവുന്നതിൽ വെച്ച് പരമാവധി ശിക്ഷയാണ് അവന് കിട്ടിയിരിക്കുന്നത്. ഇനി ദൈവം പോലും ഇവനെ ശിക്ഷിക്കത്തില്ല. താമാടോ, ജോസഫിന്റെ കടയിൽ നിന്ന് പറ്റിന്റെ ഭക്ഷണം ഇവനെയാണ് ഇയാളുടെ തലയിൽ എന്താണോ ചാണകമാണോ? ഞാൻ പറഞ്ഞു ഒന്നും ആസിയേക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി കാണും. സാറിനിട്ട് പണിയാൻ വേണ്ടി ആയിരിക്കും അവനെ കൊണ്ട് പോയിരിക്കണം. വേഗം നടക്കുമീ. നിക്ക് എനക്ക് പയ്യൻ നടക്ക. നീ നടക്കണ്ട, വല്ല മരത്തിൽ ഏറി കിടക്ക. ഞങ്ങൾക്ക് ഇരുട്ട് പറക്കും മുമ്പേ തൊക്കിനിമാക്ക മല ഏറണം. നമാക്ക് ഇവിടെ കുറച്ചിരിക്ക. കുടുക്കിയെ കിട്ടുമെന്ന് കരാതി നീ വേറെ നടക്കണ്ട. കുടിയിലേക്ക് പോമി. നിനക്ക് കിട്ടുമെന്ന് കരുതി നീ നടക്കണ്ട. ഡാക്ടർ നിനക്ക് കിടക്കാൻ ചെയ്യും. പയാക്കിട്ട് നേരം പോയിഞ്ചോ. നടാക്കുന്നെങ്കി നടാക്കുമീ. നീ ബൈ നോക്ക്. ബൈകാട്ട് എന്നത്തെ നമ്മ കൊണ്ട് പോയി നോക്കാൻ ചു. അത് ബൈ വേണ്ട. ഏള കാട്ടിയ പയ്യ പോണോ? അപ്പാട് ഡാക്ടർ കാമി. ഡാക്ടർ ചൊക്കടി മേലെ കപ്പറ. നീ മിണ്ടമീ. നാ പോണ പയ്യ വരൂ. ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ട് നീ ഒന്നും പണി പഠിച്ചിട്ട്. ഓ, സമ്മതിച്ചണ്ണ, സമ്മതിച്ചു. പക്ഷെ അണ്ണ, വന്ന് ഇപ്പൊ കൊമ്പനാനെ കാണാൻ തന്നെ ഇല്ല. നമ്മുടെ വീരപ്പനെങ്ങാൻ ഈ വഴി നിരങ്ങിയിട്ടുണ്ടോ? ഉണ്ടോന്നോ? ആശാൻ നിരങ്ങാത്ത വീടുണ്ടോ, കാടുണ്ടോ? അത് ശരി. ഇപ്പൊ നമ്മളാ കുഴഞ്ഞ് കാട്ടിനകത്ത് വീരപ്പൻ, പുറത്തേക്ക് ചെന്നാ നക്കീര. അണ്ണാ, നമുക്ക് കിഴക്കോട്ടൊന്ന് വച്ചു പിടിച്ചാലോ? ആ ചെല്ല്. എടാ, കിഴക്ക് മുളയാടികളെന്നൊരു വർഗമുണ്ട്. അവന്മാരുടെ കൈ ആനക്കൊണ്ടാടെ വിഷം പുരട്ടി അമ്പ. ദേഹത്തൊന്ന് പോറിയാ മതി, അപ്പക്കായും. ഒരിക്കല് വഴി തെറ്റി അവന്മാരുടെ മുമ്പ് ഞാനൊന്ന് പെട്ടതാ. ഞാൻ ഓടിയ വഴിക്കാ പിന്നീട് ഗുണ്ടൽപ്പെട്ട് റോഡുണ്ടായത്. അണ്ണന്റെ തോക്കുണ്ടായിരുന്നില്ലേ? എടാ, നമ്മൾ ഉന്നം പിടിക്കുന്നതിന് മുമ്പ് അവന്മാരുടെ ആസനത്തിൽ കയറും. ഭയങ്കര ഉന്നായിരിക്കും. അതെ വേലപ്പണ്ണ, ഞാൻ ഇപ്പൊ വരാം. ഒരു ശങ്ക. മുളയാടികളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അവന് തൂറാൻ മുട്ടി. പോ. കേശു, ഒന്നുകൂടെ വാടാ. കൂട്ടിന് വരാൻ പറ്റിയൊരു കാര്യം. ഇവിടെ തന്നെ സാധിച്ചു. എന്താടാ ഈ കാട്ടണേ? ദൂരോട്ട് മാറിയിരിക്കടാ ശവമേ. ഒരു ധൈര്യത്തിന് ഇവൻ കൂടെ ഇരുന്നോട്ടെ. കണ്ടില്ലേ പേടിത്തൊണ്ടൻ.
ഇവിടെ എങ്ങും ഒരു പട്ടിയും ഇല്ല. പട്ടി പട്ടി ആ നമ്പീശിനെ കാണുന്നില്ലല്ലോ. പുലി പിടിച്ചോ? കേശു, നീ ഒന്ന് നോക്കിയിട്ട് വാ. ആ നമ്പീശ 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 എന്നെ പറ്റിക്കാമെന്നാണോ നിന്റെ വിചാരം? നമ്പീശ നമ്പീശ ആരാ അത്? എക്കോ ആയിരിക്കും. ഹലോ ഹലോ അവൻ ഹലോ ഹലോ നമ്പീശ, ഹലോ നീ ഇത് എവിടെയാ? നമ്പീശ അമ്പീതിനാ ഇവൻ നമ്മ ഹലോ വിളിച്ച് രണ്ടമ്പേനി ഒന്ന് കുണ്ടിക്കന്നെ കടാച്ചി പാവ ഉറങ്ങിനി. ഇതെന്താ ചായനോ? ഇതാ ഇതൊരു ചാതനോ? ഒരുത്ത തന്തയുമായി തന്തനി. അപ്പൊ ഇതെന്താ ചായനോ? അത് വേറെ ചാതനോ? മക്കു എവിടെ? മക്കു മക്കു വൃത്തിയോടെ കാണിക്കരുത് കേട്ടോ. എടാ, കുടിക്കുന്നത് വൃത്തികേടല്ല. കുടിക്കുന്നത് വൃത്തിയേടല്ല, പക്ഷെ പിടിക്കുന്നത് വൃത്തിയേടാ. പ്രത്യേകിച്ച് ചന്തിക്ക്. അത് നേരാ. വീണ്ടും വൃത്തിയോടെ നിർത്തി തരാടോ. മയാക്ക് വേണ്ട, മയാക്ക് വേണ്ട. ഹലോ ഹലോ വിളിച്ചേ. ഇതനത്താ വെള്ളമോ? ఎంత വെള്ളമോ? കുടിപ്പാൻ പറ്റുമേ? അപ്പാര് കുടിപ്പി, ഞാൻ കണ്ടു. അപ്പൊ നമുക്ക് കുടിപ്പാ.